നമ്മൾ ഇന്നലെ രാത്രി 10:30 എത്തി. അതായത് ഈ റൂമിൽ ഓൾറെഡി ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാക്സി ഡ്രൈവർ കൊണ്ടുവന്ന റൂമാണ്. ചെറിയ റൂമാണ്, പക്ഷേ ഉറങ്ങാൻ പറ്റി. നല്ല സുഖമായി കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് കാത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കൂട്ടയിലാണ് ഉള്ളത്. ഇനി ഉലുവാത്തൂലേക്ക് പോകും. ബൈക്ക് റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ബാലി നമ്മൾ ബൈക്കിലായിരിക്കും. ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. പോണ്ടോക്സുത്യ എന്നാണ് സ്റ്റേൻ്റെ പേര്. നല്ല സ്റ്റേ ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഡ്രൈവർ രാത്രി നമ്മളെ കൊണ്ടുവന്നാക്കിയതാണ്. നല്ല സ്റ്റാഫും നല്ല സ്റ്റേ ആയിരുന്നു. പിന്നെ ഒരു ഗുണം കൂടി ഉണ്ടായത്, നമ്മൾ ഇവിടുന്ന് തന്നെയാണ് സ്കൂട്ടറും റെൻറ്റിന് എടുത്തത്. പുറത്തൊക്കെ 1,00,000 IDR ആണ് പറഞ്ഞിരുന്നത് സ്കൂട്ടർ റെൻറ്റിന്. അത് മാത്രമല്ല ഒരു ഡെപ്പോസിറ്റും ചോദിച്ചിരുന്നു. കൂടാതെ നമ്മുടെ ഒറിജിനൽ ലൈസൻസും കൊടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് അതൊന്നും വേണ്ട. സ്കൂട്ടർ എത്ര ദിവസം വേണമെങ്കിലും എടുത്തോ, അവർ ഡെപ്പോസിറ്റും ചോദിച്ചില്ല, അഡ്വാൻസും ചോദിച്ചില്ല. നിങ്ങൾ തിരിച്ച് എന്നാണോ തരുന്നത് അന്ന് കൊണ്ടുവന്ന് തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. 2 ഹെൽമെറ്റും നമുക്ക് കിട്ടി. പിന്നെ പെർ ഡേ റെൻറ്റ് 80,000 IDR ആയിരുന്നു. പിന്നെ ഈ ഹോട്ടൽ എയർപോർട്ടിന് തൊട്ടടുത്താണ്, അതായത് 10 മിനിറ്റ് ഡിസ്റ്റൻസാണ് കാണിക്കുന്നത്. പിന്നെ ഈ സ്റ്റേ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ഡേയിലേക്കും ബുക്ക് ചെയ്തത്. കാരണം ഈ സ്റ്റേ എയർപോർട്ടിന് വളരെ അടുത്താണ്. അതായത് 10-15 മിനിറ്റിലാണ് രാത്രി എത്തിയത്. പിന്നെ പകൽ അത്യാവശ്യം ട്രാഫിക് ഉള്ളത് കൊണ്ട് തന്നെ എയർപോർട്ടിലേക്ക് നമ്മൾ തിരിച്ച് റിട്ടേൺ പോകുമ്പോൾ സ്റ്റക്കാവേണ്ട വെച്ചിട്ട് നമ്മൾ ഇത് തന്നെ ബുക്ക് ചെയ്തു. നമ്മൾ ബുക്കിങ്സിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി. ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് സ്റ്റേസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഡേ ഈ സ്റ്റേ തന്നെ ബുക്ക് ചെയ്തു. നമ്മളെന്തായാലും റെഡിയായി ചെക്കൗട്ട് ചെയ്തിട്ട് ഇന്ന് ഇവിടുന്ന് പോവുകയാണ്. ഉലുവാത്തൂലേക്കാണ് പോകുന്നത്. ഉലുവാത്തൂരിൽ നമ്മൾ വേറൊരു സ്റ്റേ, അത് ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കോട്ടയിൽ നിന്ന് ഉലുവാത്തു ഒരു 30 മിനിറ്റ്സ് സ്കൂട്ടർ റൈഡാണ്. പിന്നെ ബാലിയിൽ അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. അത് പോകെ നമുക്ക് കാണാം. പിന്നെ റോഡുകളും ട്രാഫിക്കൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് വേറൊരു രാജ്യം തോന്നില്ല. കറക്റ്റ് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ തന്നെ ട്രാഫിക്കും റോഡുകളൊക്കെയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുട്പാത്തിൽ കൂടിയൊക്കെ വണ്ടി ഓടിച്ച് പോകും. അങ്ങനത്തെയൊക്കെ സെറ്റപ്പാണ്. എന്തായാലും ഫസ്റ്റ് ഡേ ഇൻ ബാലി നമ്മൾ ഇന്ന് GWK പാർക്കും പിന്നെ ഉലുവാത്തു ടെമ്പിളിലെ കെച്ചക് ഡാൻസ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. GWK പാർക്ക് പോകണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ അജണ്ട അതാണ്. അതിനു മുമ്പ് നമുക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള സ്റ്റേയിൽ പോയി ചെക്ക് ഇൻ ചെയ്യണം. പിന്നെ ഇവിടെ ഫാമിലി ഓൺഡ് ഫുഡ് സ്റ്റോൾസിനും ഈ റോഡ് സൈഡിൽ കാണുന്ന ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ പറയുന്നത് വാറുങ്ക് എന്നാണ് കേട്ടോ. റെസ്റ്റോറൻറ്റ്സിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി അഫോർഡബിൾ ആയിരിക്കും ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത്. അതുമാത്രമല്ല ഇന്തോനേഷ്യൻ ട്രഡീഷണൽ ഫുഡ് കിട്ടുക ഇങ്ങനത്തെ സ്ഥലങ്ങളിലായിരിക്കും. ഈ സ്റ്റേയുടെ പേര് കിരാന ഉങ്കാസൻ എന്നായിരുന്നു കേട്ടോ. നല്ല സ്റ്റേ ആയിരുന്നു. ആക്ച്വലി നമ്മൾ ബാലിയിൽ സ്റ്റേ ചെയ്ത എല്ലാ പ്രോപ്പർട്ടീസും നല്ല രസമായിരുന്നു. എല്ലായിടത്തെയും സ്റ്റാഫുകൾ ഭയങ്കര കോപ്പറേറ്റീവും. പിന്നെ ബാലിയിലെ ആൾക്കാരുടെ പ്രത്യേകതയാണ്, എല്ലാവരും ഭയങ്കര വാം ആൻഡ് വെൽക്കമിങ് ആണ് ആൾക്കാരോട്. ഇവിടെ ചെക്ക് ഇൻ 2 മണിക്കാണ്. നമ്മൾ എത്തിയതിപ്പോൾ ഒരു 12:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു, നമ്മൾ ലഗേജ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ഫുഡ് കഴിക്കാണ്ട്, നല്ല വിശപ്പുണ്ട്, ഫുഡ് കഴിക്കാണ്ട്. പിന്നെ മറ്റേ ഗരുഡ വിഷ്ണു പാർക്ക് ഇവിടെ അടുത്തുണ്ട്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കും. എന്തായാലും അവിടെ പോകണം. അപ്പോൾ ഇപ്പോൾ പോകണോ അത് ഇവിടെ വന്ന് ഫ്രഷ് ആയിട്ട് പോകണോ എന്നുള്ള തീരുമാനം നമ്മളപ്പോൾ എടുക്കും. ലെറ്റ്സ് ഗോ.
ഹൈറ്റ് കുറവാണ്. ഞാൻ കുറേ കണ്ടു, കുറേ ഡോഗ്സിന് ഹൈറ്റ് കുറവാണ്. എല്ലാവർക്കും അങ്ങനെയാണ് പറയുന്നത്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു വാറുങ്കാണ് ഇത്. അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്ക് കണ്ടു. അവിടുത്തെ ആൾക്കാർ മാത്രമല്ലാതെ ഫോറിനേഴ്സും ഇരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ അവിടെ തന്നെ കയറി കഴിക്കാൻ വിചാരിച്ചു. ആ ഒരു വിശ്വാസത്തിൽ കയറിയതാണ്. അവിടെ എന്താ വെച്ചാൽ ഞങ്ങൾ ആദ്യം പോയി ടേബിളിലിരുന്നേ. അപ്പോൾ അവിടുത്തെ ഓണർ വന്ന് പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ സെൽഫ് സർവീസാണ്, എടുത്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് അവർ പറയുക ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളെന്തായാലും അവിടെ നിന്ന് പോയി എടുത്തു. റൈസ് ഓൾറെഡി നമുക്ക് പ്ലേറ്റിൽ തരും. പിന്നെ അതിൻ്റെ സൈഡ് ഡിഷസ് നമ്മൾ അവിടെ നിന്ന് പോയി സെലക്ട് ചെയ്യണം. ഇത് ചിക്കൻ ഫ്രൈ, ഇത് ടോഫു സോയ, അതിനെന്തോ കറിയാണ്, സാലഡ്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ടോക്കൺ. ഒരാൾക്ക് 20,000, ഒരാൾക്ക് 42,000 ആണ് ആയത്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഗരുഡ വിഷ്ണു പാർക്കിലേക്ക് പോവുകയാണ്. നമ്മൾ ക്ലൂക്കിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, അല്ലേ? ക്ലൂക്കല്ലേ? ഓൺലൈൻ വഴിയാണ് നമ്മൾ ടിക്കറ്റ് മാറ്റിയിട്ടുള്ളത്. GWK കൾച്ചറൽ പാർക്ക്. ഇവിടെ പകല് രാത്രിയും വേറെ വേറെ ടിക്കറ്റ് റേറ്റ് ആണ്. നമ്മൾ ക്ലൂക്കിലാണ് ബുക്ക് ചെയ്തത്. പോയി നോക്കാം എന്താണ് അവിടെ കാണിക്കുന്നത് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ഊബർ പോലെയൊക്കെ പോലെ ഇവിടെ ഭയങ്കരമായിട്ടുള്ളതാണ് ഗോജക്കും ഗ്രാബും ഒക്കെ. ബൈക്ക് ടാക്സീസ് സോളോ ആയിട്ട് വരുന്നവർക്ക് ബൈക്ക് ടാക്സീസ് ആയിരിക്കും ഏറ്റവും അഫോർഡബിൾ. പാർക്ക് ചെയ്യാം 5,000 രൂപ പാർക്കിംഗ് ഫീ. കേട്ടോ, 5,000 രൂപയാണ് പാർക്കിംഗ് ഫീ. നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. ഇതുപോലത്തെ ഷട്ടൽ ബസ്സസ് ഉണ്ട്. ഇതിൽ കയറിയിട്ട് വേണം നമ്മൾ സ്റ്റാച്ചുവിൻ്റെ അവിടേക്ക് എത്താൻ. കുറച്ചധികം ദൂരമുണ്ട്, കാരണം സ്റ്റാച്ചു അത്യാവശ്യം വലുപ്പമായതുകൊണ്ട് തന്നെ കുറച്ചധികം ദൂരമുണ്ട് അങ്ങോട്ടേക്ക് എത്താൻ. ഇങ്ങനത്തെ ഷട്ടൽ ബസ്സസ് ഞാൻ ഹൈദരാബാദിലാണ് കണ്ടിട്ടുള്ളത്, ഫിലിം സിറ്റിയിൽ. പിന്നെ ഉണ്ടാവും കേട്ടോ, ഞാൻ കണ്ടിട്ടുള്ളത് അവിടെയാണ്. എന്തായാലും ഷട്ടൽ ബസ് കയറി നമ്മൾ അങ്ങോട്ട് പോകും. അപ്പം നമ്മൾ ഷട്ടൽ ബസ്സിൻ്റെ സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ഇവിടുന്ന് ഇത് നല്ല രസമാണ്. ഈ ഷട്ടൽ ബസ്സിലിരിക്കുന്നത് നല്ല രസമാണ്. ഇങ്ങനെ വിൻഡോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമാണ് ഇങ്ങനെ ഇരുന്ന് പോവാൻ. കുറച്ച് സമയം ഇങ്ങനെ പോകണം. ഇതിൽ എനിക്ക് തോന്നുന്നു അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലത്തെ സ്റ്റാഫുകളും കയറും ഈ ബസ്സസിൽ. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തവർക്കും കയറാം. നമ്മളവിടെ ഇറങ്ങി. ഇവിടെ ഒരു ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. ഇതാണ് എൻട്രൻസ്. ഈ കാണുന്ന പോലെയല്ല, ആ പ്രതിമ നല്ല ദൂരമുണ്ട്. ഉള്ളിൽ കയറിയാൽ കുറേ നടക്കാനുണ്ട് ആ പ്രതിമയുടെ അവിടേക്ക് എത്താൻ. എന്തായാലും നമ്മളെത്തി. ഇതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ആർട്ടിഫിഷ്യലും നാച്ചുറലും കൂടി കലർന്നിട്ടുള്ള സാധനമാണ്. പാറക്കെട്ടുകളൊക്കെ ആ ഒരു ഷേപ്പിലാക്കി അതിൻ്റെ മേലെ ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇതിൽ കൂടിയാണ് എൻട്രൻസ്. നമ്മൾ നേരെ എത്തുന്നത് ഒരു കയ്യിൽ താമരപ്പൂ പിടിച്ച് നിൽക്കുന്ന ലക്ഷ്മി ദേവിയുടെ ഒരു പ്രതിമ വെച്ചിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാൻ. ആ പ്രതിമയും പിന്നെ വെള്ളവും അതിൽ ചെടികളും മരങ്ങളും ഒക്കെ കൂടി, പിന്നെ അതിൻ്റെ കൂടെ ഒരു മ്യൂസിക്കും കൂടി അവരിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ക്ലാസിക്കൽ ടൈപ്പ് ഓഫ് മ്യൂസിക്. നല്ല രസമാണ് കാണാൻ.
ഇവിടുന്ന് നമ്മൾ കയറി പോകുന്നത് പരയ്യാങ്കൻ സോമകാഗിരി എന്ന് ആണ് ഈ ഒരു ഏരിയയുടെ പേര് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് വിഷ്ണുവിൻ്റെ പ്രതിമയാണ്. ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു അമ്പലം പോലെയുണ്ട്. അവിടെ ഹോളി വാട്ടർ വരും. ആ വെള്ളത്തിൽ കുളിച്ചാൽ ഹീലിംഗ് പവേഴ്സാണ്, രോഗങ്ങൾ മാറും എന്നാണ് അവിടെ വിശ്വാസം ഉള്ളത്. അപ്പോൾ അവിടെ കുറേ പേര് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ സൈഡിലേക്ക് പോയില്ല. ഇവിടുന്ന് നോക്കിയാതെ ആ കാണുന്നതാണ് ഗരുഡ വിഷ്ണു സ്റ്റാച്യു. അവിടേക്ക് പോവാൻ ഇതിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം പോവാൻ. അതിന് മുമ്പ് അവിടെ സൈഡിലൊരു ഗരുഡ സ്റ്റാച്യു കൂടി ഉണ്ട്. നമ്മൾ ഈ ഗരുഡ വിഷ്ണു കൻകനെ പറ്റി പറയുകയാണെങ്കിൽ 121 മീറ്റർ ഉയരമുള്ള പ്രതിമയാണ് മെയിൻ പ്രതിമയായിട്ട് ഇവിടെ ഉള്ളത് കേട്ടോ. ഗരുഡൻ്റെ മേലെ വിഷ്ണു ഇരിക്കുന്ന പ്രതിമ. ന്യൂമാൻ ന്യൂവാർട്ട എന്ന് പറഞ്ഞ കലാകാരനാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഈ പ്രതിമ ഇന്തോനേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ വെച്ചാൽ ഹിന്ദു പുരാണത്തിലൊരു കഥ വെച്ചിട്ടാണ് ഇവർ ഈ പ്രതിമ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹിന്ദു മിത്തോളജി അനുസരിച്ച് അമൃത് തിരയുന്നതിനെ ആധാരമാക്കിയാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. പുരാണം അനുസരിച്ച് ഗരുഡൻ വിഷ്ണുവിൻ്റെ വാഹനമാകാമെന്ന് സമ്മതിക്കുകയും പകരം അടിമയായിരുന്ന അമ്മയെ മോചിപ്പിക്കുന്നതിന് അമൃത് ഉപയോഗിക്കാനുള്ള അവകാശം വിഷ്ണു ഗരുഡന് കൊടുക്കുകയും ചെയ്തു. 2018 ജൂലൈ 31 സ്മാരകം പൂർത്തിയായി. 2018 സെപ്റ്റംബർ 22 ഉദ്ഘാടനം ചെയ്തു. മേലേക്ക് പോകാനുള്ളതുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ പോയില്ല. കാരണം നമ്മൾ വൈകുന്നേരം കെച്ചക് ഡാൻസിന് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ റൂമിലേക്ക് പോയി. 2:30 ചെക്ക് ഇൻ. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിലെത്തി റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാണ്. ഇവിടെ നിന്ന് ഈ റൂമിൻ്റെ അവിടെ നിന്നും മറ്റേ GWK സ്റ്റാച്യു കാണാമായിരുന്നു കേട്ടോ. നമ്മൾ ഉലുവാത്തു ടെമ്പിളിൽ കെച്ചക് ഡാൻസ് കാണാൻ പോവാണ്. രാമായണം ബേസ്ഡ് ആയിട്ടുള്ള ഡാൻസ്. ഇതാണ് നമ്മുടെ റൂം. നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ നാട്ടിൽ നിന്ന് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അടുത്തുള്ളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുത്തിട്ട് അവരെടുത്ത് തരാണ് ചെയ്തത്. 3200 രൂപയാണ് ആയത്. ഒരു കൊല്ലത്തെ വാലിഡിറ്റി ഉണ്ട് ആ ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന്. 2 പേരായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്ത് സ്കൂട്ടർ റെൻ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത്. ഒന്ന് എക്കണോമിക്കലാണ്. രണ്ടാമത്തെ കാര്യം പീക്ക് ഹവേഴ്സിൽ ചില സ്ഥലങ്ങളിലെ ട്രാഫിക് അസഹനീയമാണ്. നല്ലോണം ബ്ലോക്ക് ഉണ്ടാവും. നമ്മൾ കാറിലൊക്കെയാണ് പോണെച്ചെങ്കിൽ സ്റ്റക്കായി നമുക്ക് ബോറടിക്കും, നമുക്ക് മടുക്കും. അപ്പോൾ സ്കൂട്ടർ ആകുമ്പോൾ ഇതേപോലെ ഇടവഴി കൂടിയും ഫുട്പാത്തിലൂടെയൊക്കെ എടുത്ത് പോവുക. പിന്നെ ഒറ്റയ്ക്ക് വരുന്നവരാണെങ്കിൽ ഗ്രാബും ഗോജക്കും നല്ലൊരു ഓപ്ഷനാണ്. ബൈക്ക് ടാക്സീസാണ് നമ്മളെവിടെ വേണമെങ്കിലും എത്തിക്കും. ബാലി സിറ്റിയിൽ മെയിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് വരുന്നവർ ഗ്രാബും ഗോജക്കും ട്രൈ ചെയ്യുക. 2 പേരായിട്ട് വരുന്നവർ സ്കൂട്ടർ എടുക്കാം, ഒറ്റയ്ക്ക് വരുന്നവർ സ്കൂട്ടർ എടുക്കാം. ടാക്സിയിൽ പോകുന്നത് വൻ സീനായിരിക്കും എന്തായാലും.
ഉലുവാത്തു എത്തി. ഉലുവാത്തു ടെമ്പിൾ കെച്ചക് ഡാൻസിനാണ് വന്നിരിക്കുകയാണ്. വൈകുന്നേരം 6 മണിയുടെയാണ് ഡാൻസ് കേട്ടോ. ഇപ്പോൾ 5:20. 6 മണിയുടെയാണ് ഷോ. ഇപ്പം 5:20. എന്താ ടെമ്പിളിലും കെച്ചക് ഡാൻസിനും വേറെ ടിക്കറ്റാണ്. കെച്ചക് ഡാൻസിൻ്റെ ടിക്കറ്റ് നമ്മൾ ഓൺലൈനാണ് എടുത്തത്. ടെമ്പിളിൻ്റെ ടിക്കറ്റ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തു. ടെമ്പിളിൻ്റെ ടിക്കറ്റ് റേറ്റ് 50,000 IDR ഫോർ 1 പേഴ്സൺ. അപ്പോൾ നമുക്ക് 1,00,000 IDR ആയി 2 പേർക്ക്. 6:10 പെർഫോമൻസ് ഉള്ളത്. സോറി, 6:10 സൺസെറ്റ്. നമ്മൾ സൺസെറ്റ് കാണാൻ. പക്ഷെ ഇത് ക്ലൈമറ്റ് കുറച്ച് മഴ ടൈപ്പ് ഓഫ് ക്ലൈമറ്റാണ് ഇവിടെ അല്ലേ. എല്ലാ മുണ്ട്, ട്രൗസർ, കാല് കാണാൻ പാടില്ല. മുട്ടിലും താഴെയുള്ള ഡ്രസ്സ് ഇടണം. അവർക്ക് എന്താ ഓറഞ്ച് കളർ ഇത് കിട്ടും. മുട്ടിന് മേലെ ഡ്രസ്സുള്ളവർക്ക് ഈ ഒരു മുണ്ട് കിട്ടും, വയലറ്റ് കളർ. അത് ഉടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. നമ്മുടെ നാട്ടിലില്ല, അമ്പലങ്ങളിൽ വരുമ്പോൾ കുറച്ച് ഇതിൽ നടക്കണമെന്ന്. അതേപോലെ അയാളത് മുണ്ടൊക്കെ മടക്കിയൊക്കെ ഇട്ടിട്ട് പോകും. കെച്ചക് ഡാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ രാമായണമാണ് കേട്ടോ കെച്ചക് ഡാൻസിൻ്റെ ബേസ്. നമ്മൾ ഇന്ത്യക്കാർക്ക് രാമായണം ഒരു പുതിയ കഥയല്ല. പക്ഷേ ബാലിയിൽ വന്നാൽ മിസ്സാക്കാൻ പാടില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ കെച്ചക് ഡാൻസ് ഉലുവാത്തു ടെമ്പിളിൽ ഇരുന്ന് കാണുക എന്നുള്ളത്. രാവണൻ സീതാദേവിയെ അപഹരിക്കുന്നതും തുടർന്ന് ശ്രീരാമൻ ഹനുമാനോടും വാനരന്മാരോടും കൂടി സീതാദേവിയെ ലങ്കയിൽ നിന്ന് മോചിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതുമാണ് കാണിക്കുന്നത് കേട്ടോ. ഇരുട്ടത്ത് ലങ്കാദഹനം കാണാൻ നല്ല രസമാണ്. ഈ ഒരു ലൈറ്റല്ല, ലങ്കാദഹനം എത്തുമ്പോഴേക്കും ഇരുട്ടാവും, സൺ സെറ്റായിട്ട് ഇരുട്ടാവും. നല്ല ഭംഗിയാണ് കാണാൻ. അതുമാത്രമല്ല സ്റ്റാർട്ടിങ്ങിലും കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആർട്ടിസ്റ്റ് വന്നിട്ട് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും കണ്ടിരിക്കേണ്ടതാണ്. എന്തായാലും ഇനിയുള്ള ക്ലിപ്സിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. ഒറിജിനൽ ഓഡിയോയിൽ നിങ്ങൾ പെർഫോമൻസ് കണ്ടോളൂ കേട്ടോ. Good evening, ladies and gentlemen. Good evening. First of all, allow me to introduce myself. My name is Wayan and I will be your host this evening. Om Swastiastu. Assalamualaikum warahmatullahi wabarakatuh. Well, ladies and gentlemen, allow me to give you a glimpse about Kecak dance. Kecak dance is a unique and unusual dance because it is not accompanying with music or orchestra like any other dance. But the dance are back and surrounded
Disgusting.